അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറെ ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ഈ പുണ്യ റമളാനിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിൻ്റെ നിയമവിധിവിലക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കൂടി നമ്മൾ പ്രതിജ്ഞയെടുത്ത് അതിനെ കൃത്യമായി പ്രായോഗികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിന് അള്ളാഹു നമുക്ക് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവായി കൊണ്ടുവരേണ്ട പ്രാർത്ഥനകൾ പഠിക്കുന്ന കൂട്ടത്തിൽ നാം പഠിച്ചു വച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് ഇന്നത്തെ നമ്മുടെ സംസാരം ആരംഭിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുകയാണ്, നിന്നോട് ചോദിക്കുകയാണ്. അൽ ഹുദ, ഹിദായത്തിനെ, സന്മാർഗത്തെ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്മാർഗം, ആ സന്മാർഗത്തെ പടച്ചോനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. അത് നമ്മൾ വ്യക്തിപരമായി ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ആ നിലക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ തന്നെ മുമ്പ് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയായതുകൊണ്ട് പ്രാർത്ഥനയുടെ വിശദീകരണങ്ങളിലേക്ക് വരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇതിലെ തഖ്വ എന്ന് പറയുന്നൊരു ഭാഗം, വത്തുഖ എന്നതിനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫറാണ് തഖ്വ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നതാണ്. അപ്പോൾ ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കണം എങ്കിൽ എന്താണ് തഖ്വ എന്നതിനെക്കുറിച്ച് നമുക്കറിയണമല്ലോ. വിശുദ്ധ ഖുർആനിലൂടെ തഖ്വയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഖ്വയെ വിശദീകരിച്ചതിനെ കുറിച്ച് പഠിക്കുമ്പോഴും സ്വഹാബത്ത് ആ തഖ്വയെ പ്രായോഗികവൽക്കരിച്ച രീതിയെ നമ്മൾ പഠിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണത് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ സമയത്ത് ദുർഘടമായ ഒരു പാതയിലൂടെ ഒരാൾ സഞ്ചരിക്കാനെടുക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ, അതാണ് തഖ്വയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തിയത്. ഒട്ടേറെ മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് കഴിഞ്ഞ് ഒരാൾക്ക് എത്താൻ കഴിയണം എങ്കിൽ ആ വ്യക്തി എടുക്കുന്ന ജാഗ്രതയുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ അതിൻ്റെ അർക്കാനുകളായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിക്കുമ്പോഴാണ് അയാൾ ഒരു തഖിയാണ് അല്ലെങ്കിൽ മുത്തഖിയാണ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതേതൊക്കെയാണ് 4 കാര്യങ്ങൾ? അൽ ഖൗഫു മിനൽ ജലീൽ, അതിലൊന്ന് പറഞ്ഞത് ജലീലായ പടച്ചോനെ പേടിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്നതായ ഒരു നാമമാണല്ലോ ജലീൽ എന്നുള്ളത്. അങ്ങനെയുള്ള ആ പടച്ചവനെ രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ പേടിക്കൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ നോമ്പ് എടുക്കാൻ ആർക്കാണ് യോഗ്യത ഉള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിപാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ തഖ്വയെ വിവക്ഷിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ രൂപത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അൽ ഖൗഫു മിനൽ ജലീൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയുടെ ഭാഗമായി വരുന്നത് അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം പ്രജകളുടെ ക്ഷേമവും അവരുടെ ക്ഷാമവുമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി
പല വീടുകളുടെയും അരികിലൂടെയൊക്കെ പോയതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചകൾ നൊമ്പരപ്പെടുത്തുന്നതും പ്രയാസപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതായിരുന്നു ഒരു പാൽക്കാരിയുടെ സംഭവം. ഒരു ഉമ്മയും മോളും മാത്രം നിൽക്കുന്ന വീട്ടിൽ നിന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് കേൾക്കുന്ന സംഭാഷണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ വിവാഹത്തിൽ കലാശിക്കുന്ന ആ ഒരു ചരിത്ര സംഭവം നമുക്കൊക്കെ വലിയ പാഠമാണ്. ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്നതിൻ്റെ ഒരു റൂട്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്ലാന് കൂടി അതിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ ഓരത്തുകൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഉമ്മയും മോളും ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറയാണ്, യാ ഇബ്നത്തി ഫഖ്ലുതി അല്ലബന ബിൽ മാ, പാലിൽ വെള്ളം ചേർക്ക് മോളെ, നമുക്കത് വലിയ വിലക്ക് വിൽക്കാലോ എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയാണ്, ഇങ്ങനെ ഉമർ ഇവിടെ പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളുണ്ടല്ലോ, അത് വലിയ ഇഷ്യൂ ആണ് എന്ന് പറയുമ്പോൾ ആരാണ് നമ്മളെ കാണാൻ പോകുന്നത് ഈ പാതിരാത്രിയിൽ എന്ന് പറയുമ്പോൾ ഉമർ കണ്ടിട്ടില്ലെങ്കിലും വല്ലാഹു യറാന, അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ തഖ്വ ബോധം അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ആട്ടിടയനോട്, ആടുകളെ മേച്ച് നടക്കുന്ന വ്യക്തിയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരാടിനെയോ അല്പം ആടുകളെയൊക്കെ വിൽപ്പന നടത്തിയിട്ട് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിനക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ, യജമാനൻ അത് ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ആട്ടിടയൻ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഐനുല്ലാ, എവിടെയാണ് അള്ളാഹ് എങ്ങോട്ടാണ് നോക്കുന്നത്, അള്ളാന്റെ കാഴ്ചയെത്താത്ത സ്ഥലമേതാണുള്ളത് എന്ന് പരിചയപ്പെടുത്താണ്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങളിലും വളരെ കനപ്പെട്ട ഒരു ഉപദേശമാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ആകാശഭൂമികളിൽ എവിടെയാണെങ്കിലും പാറ മലമടക്കുകൾക്കുള്ളിൽ എവിടെയായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹ് കൊണ്ടുവരുന്ന. ഇതിൻ്റെ ആയത്തിൻ്റെ ഒക്കെ വിശദീകരണങ്ങളിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു അത്രേ, മോനെ, നിനക്ക് ഞാനൊരു ഓഫർ തരികയാണ്, ഒരു ഓപ്ഷൻ തരികയാണ്. നിനക്ക് ഏത് തെറ്റുകളും ചെയ്യാം, ഏത് രൂപത്തിലും നിനക്ക് ഇടപെടാം. പക്ഷേ ആ ചെയ്യുന്ന കാര്യം ഒരു കണ്ടീഷൻ പാലിക്കണം, അല്ലാഹ് കാണരുത് എന്ന് മാത്രം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്ത ഒരു പരിധിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എമ്പാടും അള്ളാഹുവിനുള്ള ആ തഖ്വാബോധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പഠിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകളാണ്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. വലിയ പ്രതിഫലവും അതുപോലെ തന്നെ പാപമോചനമൊക്കെ ഉള്ളത് അള്ളാഹുവിനെ രഹസ്യമായി തന്നെ ഭയപ്പെടുന്ന ആളുകൾക്കാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ ഭാഗത്തിലും അള്ളാഹിൻ്റെ തണൽ കിട്ടുന്ന, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തണൽ മാത്രം ലഭിക്കപ്പെടുന്ന സമയത്ത് അത് കിട്ടുന്ന 7 വിഭാഗങ്ങൾ എണ്ണിയപ്പോൾ അതിലും പ്രത്യേകം പരിചയപ്പെടുത്തിയത് അള്ളാനെ ഓർത്തിട്ട് ഒരു തെറ്റിൽ നിന്ന് മാറി നിന്ന ആള് അതിൽപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ വലത് കൈ കൊടുക്കുന്ന ദാനം ഇടത് കൈ അറിയാത്ത വിധത്തിൽ അത്രയും രഹസ്യമായ ദാനം ചെയ്യുന്ന ആള് ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതാണ് അൽ ഖൗഫു മിനൽ ജലീൽ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയുടെ അർക്കാനുകൾ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞത് അതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ അങ്ങോട്ട് പേടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ഒരു സൂക്ഷ്മത ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞറിയോ? വൽ അമലു ബിത്തൻസീൽ. ഇറങ്ങിയതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എന്താ നമ്മളിലേക്ക് ഇറങ്ങിയത്?
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, സത്യമെന്ത് അസത്യമെന്ത്, ധർമ്മമെന്ത് അധർമ്മമെന്ത്, നീതി ഏത് അനീതി ഏത്, നമ്മളുടെ അവകാശങ്ങൾ എന്ത്, നമ്മുടെ ബാധ്യതകൾ എന്ത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഇറക്കിയത് എന്താണ്? വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ കാന ഹുലുഖുഹു അൽ ഖുർആൻ എന്ന് വിശേഷണം നൽകപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യകളാണ് നമ്മുടെ മുന്നിൽ ഇറക്കപ്പെട്ടിട്ടുള്ളത്. ആ ഇറങ്ങിയ സോഴ്സുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണോ ജീവിത ദർശനങ്ങളായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അമലുകളായി മാറേണ്ടത്, നമ്മുടെ പ്രവൃത്തികളായി മാറേണ്ടത്. അതാണ് വൽ അമലു ബിത്തൻസീൽ, ഇറങ്ങിയതിനനുസരിച്ചുള്ള പ്രവർത്തന ജീവിത ക്രമങ്ങളാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അമലും ബിഹിയാണ്. അത് വെച്ചിട്ട് അമല് ചെയ്യണം എന്നുള്ളത്. ആ ഖുർആൻ കേവല പാരായണത്തിന് മാത്രമുള്ളതല്ല. പാരായണം ചെയ്യുന്നത് പോലും ഖുർആനിന് പ്രതിഫലമുണ്ട്. പക്ഷെ അതൊക്കെ ആർക്കാ കിട്ടുക? അത് വെച്ചിട്ട് അമല് ചെയ്യാൻ റെഡിനെസ് കാണിക്കുന്ന ആളുകൾക്കാണ് അതൊക്കെ ലഭ്യമാവുക. സ്വഹാബത്ത് 10 ആയത്തിറങ്ങി ആ 10 ആയത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേവലം വാചാലമാകാനുള്ളതല്ല, മറിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഖുർആൻ പറഞ്ഞതുപോലെയാണോ? എൻ്റെ സ്വഭാവ രൂപീകരണം ഞാൻ ഖുർആനിൽ നിന്നാണോ സ്വീകരിച്ചിട്ടുള്ളത്, ഹദീസുകളിൽ നിന്നാണോ സ്വീകരിച്ചിട്ടുള്ളത്? എൻ്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്തു പറഞ്ഞു, ഞാൻ എവിടെ നിൽക്കുന്നു? അങ്ങനെ ഖുർആനും നമ്മളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഇങ്ങനൊരു വേർതിരിവ് നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. എന്നിട്ട് ഇത് ശരിക്ക് വേർതിരിയാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സെയിം ആകുമ്പോൾ, ഇത് യോജിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുക എന്നാണല്ലോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പം തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു സർവോന്മുഖമായിട്ടുള്ള ഒരു മാറ്റമാണ്, പരിവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് തഖ്വ കൊണ്ട്. ആ മൂന്നാമത്തെ കാര്യമായി പറയുന്നത് വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത് തഖ്വയുടെ മറ്റൊരു തലമാണ്. അതിൻ്റെ അർക്കാനുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമതായി പരിചയപ്പെടുത്തിയതാണ് തഖ്വ കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? വൽ ഖനാഅതു ബിൽ ഖലീൽ അല്ലി റിളാ ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതാശകലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വാചകം, ഇദാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഹു എന്നാണ്. നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, മനസ്സിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ദുനിയാവും അതിൻ്റെ എല്ലാം നിനക്ക് കിട്ടിയവനെ പോലെയാണ് നിന്റെ ജീവിതം ഉണ്ടായിത്തീരുക എന്നാണ്. നമ്മൾ പച്ചയായി കാണുന്നൊരു യാഥാർത്ഥ്യമാണിത്. സമ്പന്നരായിട്ടുള്ള പല ആളുകൾക്കും സമാധാനമില്ല. ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ആർക്കും തന്നെ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നതല്ല. മറിച്ച് ജീവിതത്തിൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് എന്താ? അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് എത്ര കുറച്ചാണെങ്കിലും സമാധാനം ഉണ്ടാകും അവിടെ. എങ്ങനെയാണെങ്കിൽ ഉള്ളതിൽ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ മേൽക്കുമേൽ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് തൃപ്തി വന്നുകൊണ്ടിരിക്കേയില്ല. എപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും പോരായ്മകളായിരിക്കും. ഒന്നുകൊണ്ടും നമുക്ക് തൃപ്തിപ്പെടാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതെത്ര ചെറിയ സെറ്റപ്പുള്ള ആളുകളും അങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചാൽ, ഒരു തന്ത്രം സ്വീകരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ സാധിക്കും എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഗിന എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത് ഒരിക്കലും കസ്റത്തുൽ ആർളിലല്ല കിടക്കുന്നത്, അഥവാ വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല അതുള്ളത്. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, നഫ്സിൻ്റെ കൽബിനകത്ത് കുടിയേറിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഈ നഫ്സ് എന്ന് പറഞ്ഞല്ലേ, ഫുജൂറും തഖ്വയും ഒക്കെയാണ് നഫ്സിൻ്റെ രണ്ട് തോന്നലുകളായി മാറുന്നത്. അതിന് തഖ്വയുടെ തോന്നലിലേക്ക് ആ നഫ്സിനെ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു പ്രത്യേകമായ ഇന്ധനമെന്ന് പറയുന്നത് അൽ ഖനാഅത്തു ബിൽ ഖലീൽ. നമുക്കുള്ളത് കൊണ്ട്, പടച്ചോൻ തന്നതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. ഈ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതം വരാനുണ്ട് എന്ന താല്പര്യമൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ, ആ ആലോചനയിൽ നിന്നൊക്കെ മാത്രമേ ഇവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാരായി മാറണം. മറ്റൊരു വിഷയമുള്ളത് എന്താണ്? വൽ ഇസ്തിഅദാദു ലിയൗമി റഹീൽ, മടക്കയാത്രക്ക് വേണ്ടി എപ്പോഴും നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്ന ആൾക്കാരായിരിക്കണം. ഖുർആൻ തന്നെ ചോദിക്കുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരു സൗകര്യമാണ്, എന്തു വിഭവ സമാഹരണമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണേ. വത്തഖുല്ലാ, ആയത്തിൻ്റെ ആദ്യ ഭാഗത്തും അതിൻ്റെ അവസാന ഭാഗത്തും 2 തവണയാണ് പടച്ചോൻ പറഞ്ഞത് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അപ്പം തഖ്വയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ഒരുക്കി വെക്കുന്നു. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കിയിട്ട് ഇതിലേതൊക്കെ നാളെ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടും. ഞാൻ നല്ല രൂപത്തിലാണ് എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നതെന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും നാളെ പരലോകത്ത് എനിക്ക് കിട്ടും. അപ്പം എൻ്റെ ജീവിതത്തിൽ ഫുജൂറല്ലാത്ത എന്ത് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും അതൊക്കെ നാളെ പരലോകത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതും മിനിഞ്ഞാന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പരിശുദ്ധ റമദാനിലെ ഓരോ നോമ്പും നമുക്ക് തഖ്വയെ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റിയാൽ, ഇടപെടാൻ പറ്റിയാൽ, അത് ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നൽകും. ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുടെ നാമ്പുകൾ നമ്മളിലിങ്ങനെ വിടർന്ന് വരും. അത് അടുത്ത 11 മാസങ്ങൾക്കും നമുക്ക് വലിയ കരുത്തും ആവേശവുമായി നമ്മളിലുണ്ടാകും. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വയെ നിർവചിച്ച ഒരു തലമുണ്ട്. അതേ നിർവചനം തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഡെഫിനേഷനിലും ഉള്ളത്. എന്നാൽ ഇതൊരു അർക്കാനായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. തഖ്വയുടെ തൂണുകളായി നമുക്ക് ബേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, യഥാർത്ഥത്തിൽ സ്തംഭങ്ങളായി കാണാൻ പറ്റുന്ന വിഷയങ്ങളാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 ഈ പ്രയോഗങ്ങൾ. അൽ ഖൗഫു മിനൽ ജലീൽ, വൽ അമലു ബിത്തൻസീൽ, വൽ ഖനാഅതു ബിൽ ഖലീൽ, വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലൊക്കെ പരിപൂർണമായി തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങളാണ് പടച്ചോൻ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ലിസ്വാഇമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന്, നമ്മളൊക്കെ നോമ്പ് തുറക്കുമ്പോഴും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നതായ വലിയ സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷമെന്ന് പറഞ്ഞാൽ അള്ളാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അള്ളാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം ആർക്കേ ഉണ്ടാവുള്ളൂ? അതൊക്കെ തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. തഖ്വ പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, വിദൂരമല്ലാത്ത വിധത്തിൽ സ്വർഗം അടുപ്പിക്കപ്പെടുന്നത് തഖ്വ പാലിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. അതുകൊണ്ട് ആ തഖ്വ പാലിക്കാൻ നമ്മൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. അതിന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ രൂപം നമ്മൾ സ്വീകരിക്കുക. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമുക്ക് സൂക്ഷ്മത ബോധത്തോടുകൂടി മുന്നോട്ട് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ്, ഈ റമളാൻ നമുക്ക് അതിന് വലിയ ഹേതുവാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾ പഠിപ്പിച്ച പറഞ്ഞു തന്ന പ്രാർത്ഥന കൃത്യമായി ഓരോരുത്തരും
ഓരോ സമയത്തും അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ ആഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും നീ ഹിദായത്തും തഖ്വയും അഫാഫും ഗിനയും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പടച്ചോനെ, അവരുടെയൊക്കെ ഫിദിയകൾ നോമ്പിൻ്റെ പരിഹാരമായി അവർ നൽകുന്ന ആ ഫിദിയകളൊക്കെ നീ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെ അവർക്കും നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നീ ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ പ്രദാനം ചെയ്യണേ നാഥ. ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകളിൽ മുഴുകാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യണേ നാഥ. റഹ്മാനായ റബ്ബേ, തഖ്വയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട്, തഖ്വ നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലും സമൂഹത്തിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രൂരമായ കൃത്യങ്ങൾ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, ശിർക്കൻ വിശ്വാസങ്ങൾ, പടച്ച റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാട്ടുകാരെയും എല്ലാവരെയും അത്തരത്തിലുള്ള തഖ്വയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. തഖ്വയിലൂടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരായി ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ തഖ്വ പാലിക്കുന്ന ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് ഇമാമുമാരാക്കി ഞങ്ങളെ നീ മാറ്റണേ നാഥ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.